പണ്ട് നമ്മൾ ഇങ്ങനെ ഡോക്ടേഴ്സിനോടും ടീച്ചേഴ്സിനോടും ഒക്കെ നമുക്ക് ഭയങ്കര ബഹുമാനവും കാര്യങ്ങളല്ലേ. അപ്പോൾ നമ്മൾ അവരെന്ത് പറയുന്നോ അത് അതേപോലെ ചെയ്യുക, അവർ പറയുന്ന അനുസരിക്കുക, അവരെന്തെങ്കിലും പറയണേ മറുത്ത് പറയാതിരിക്കുക എന്നൊക്കെ ഉള്ളൊരു ചിട്ടയുണ്ടായിരുന്നു പണ്ട് എൻ്റെ ഒരു കാലഘട്ടത്തിൽ. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാനൊക്കെ ഡോക്ടേഴ്സിനൊക്കെ മീറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ ടൈമിൽ ഞാനും അങ്ങനെയൊക്കെയായിരുന്നു. അയ്യോ, ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടറിനോട് തിരിച്ച് പറയാൻ പാടില്ല. ഇപ്പം ഡോക്ടർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും, അല്ലെങ്കിൽ ഡോക്ടർ തെറ്റാണെങ്കിൽ പോലും നമ്മൾ തിരുത്താൻ പാടില്ല, അങ്ങനത്തെ ഒരു ചിന്താഗതിയുള്ള ആളായിരുന്നു. പക്ഷെ ഒരു 11 വർഷം മുന്നേ എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവത്തിന് ശേഷം എൻ്റെ ആ ഒരു കാഴ്ചപ്പാട് മാറി. 11 കൊല്ലം മുന്നേ എനിക്ക് ആദ്യമായിട്ട് ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. അപ്പം എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന്, അല്ലേ? ആദ്യമായിട്ട് അമ്മയാവുകയാണ്, ഒരു ഐഡിയ ഇല്ല എന്താ ചെയ്യേണ്ടത്, എന്താ എങ്ങനെ ആയിരിക്കും, പക്ഷെ ലോട്ട് ഓഫ് എക്സൈറ്റ്മെൻറ്റ്. ആ മോളുടെ സ്കാനിങ് ടൈമിലൊക്കെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഫസ്റ്റ് സ്കാനിനൊക്കെ പോയപ്പോൾ ഞാൻ ഈ സ്കാൻ ചെയ്യുന്ന ആളുണ്ടല്ലോ, പുള്ളിക്കാരനോട് ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റ് ചോദിക്കുക, അതെ ട്വിൻസ് ആണോ, അതോ ഒരാളാണോ 2 പേരാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാളുടെ മറുപടിയാണ്, ഐ എം ജസ്റ്റ് ചെക്കിങ് ഇഫ് യുവർ ബേബി ഈസ് ഡെഡ് ഓർ അലൈവ്. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല, ഐ വാസ് സൈലൻറ്റ്. പിന്നെ എനിക്ക് ഡെലിവറി ടൈം ആകുമ്പം വേറൊരു ഡോക്ടറുടെ അടുക്ക് പോകുമല്ലോ. ഫസ്റ്റ് ബേബിയൊക്കെ ആകുമ്പോൾ നമ്മൾ 7 മന്ത്സിൽ ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടിൽ പോയി അവരുടെ അടുത്തുള്ള ഡോക്ടറിനെ കാണിക്കും. അപ്പോൾ അങ്ങനെ ഞാനൊരു ഫേമസ് ഡോക്ടറിനെ ചൂസ് ചെയ്തു ട്രിവാൻഡ്രത്ത്. അവിടെ പോയി ആ ഡോക്ടറിനെ ചൂസ് ചെയ്തിട്ട് പുള്ളിക്കാരി എല്ലാം നോർമൽ ഡെലിവറി ആക്കും, സെക്ഷൻസ് ഒന്നും അനാവശ്യമായി ചെയ്യില്ല. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഈ പുള്ളിക്കാരിനെ അപ്രോച്ച് ചെയ്ത് ഇങ്ങനെ പോവായിരുന്നു. ഐ വാസ് ക്വൈറ്റ് ഹാപ്പി. പെട്ടെന്നൊരു സ്കാനിൽ എനിക്കൊരു ബുദ്ധിമുട്ട്, ഐ മീൻ ഒരു ഇംപ്രഷൻ വരുമല്ലോ, നമുക്ക് വായിച്ചൊന്നും മനസ്സിലാവില്ല, മെഡിക്കൽ ഫീൽഡ് അല്ലാത്തതുകൊണ്ട്, ബട്ട് സ്റ്റിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നൊരു ഫീൽ കിട്ടി. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്തു. ഹസ്ബൻഡ് അത് വേറൊരു സ്കാൻ ചെയ്യുന്ന ഒരാളോട് ഷെയർ ചെയ്തു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പുറത്ത് പോയി എവിടെയെങ്കിലും പോയി ഇത് ഒന്നും കൂടെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ച് ഈ ഡോക്ടറിനെ എടുക്കുക, ഈ ലേഡി ഡോക്ടർ, ഞാൻ കാണിച്ചിരുന്ന ഡോക്ടറിനോട് തന്നെ ഞാൻ ചോദിക്കുന്നുണ്ട്, ഡോക്ടർ ഇതെന്തെങ്കിലും ഇംപ്രഷൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വാട്ട് ഡസ് ഇറ്റ് മീൻ? അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഫൈൻ. പിന്നീട് ഞങ്ങൾ പോയി ഈ പുറത്തുനിന്ന് ഞങ്ങളിങ്ങനെ വീണ്ടും സ്കാനൊക്കെ ചെയ്തു. സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് അവർ പറയുകയാണ്, അതൊരു മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ഡോക്ടറാണ്. പുറത്ത് ഞങ്ങൾ പോയി സ്കാൻ ചെയ്ത് നോക്കി. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, എത്ര മാസമായി? ഞാൻ പറഞ്ഞു 7 മന്ത്സ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആവണം. ഞാൻ ചോദിച്ചാൽ അതെന്താ? എനിക്ക് ഇനി സമയമുണ്ട്, കുട്ടിക്ക് ഓക്സിജൻ കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞേ, സോ ഐ വാസ് ഓൾ പാനിക്ഡ്, ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്നിട്ട് പറഞ്ഞാൽ വീട്ടിലും പോകണ്ട, നേരെ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പോക്കോ. അപ്പം ഞാൻ എന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങളെ നോക്കുന്ന ഡോക്ടറിൻ്റെ പേരെന്താ? ഞാൻ പറഞ്ഞു ഇന്നതാണ് പേര്. ഞാൻ വിളിച്ചു പറയാം പുള്ളിക്കാരിയോട്. ഞാൻ പറഞ്ഞു വേണ്ട, ഞങ്ങൾ തന്നെ പോയിക്കോളാം, ഞങ്ങൾ പറഞ്ഞോളാം ഡോക്ടറിന്. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പോയി ആ ഡോക്ടറെ കണ്ടിട്ട് ഈ റിസൾട്ട് കാണിച്ചു. ഞങ്ങൾ പുറത്തുനിന്ന് സ്കാൻ ചെയ്തു. അപ്പോൾ അവരിങ്ങനെ, പിന്നെ ഞാൻ കണ്ട ഡോക്ടറല്ല, ഷി വാസ് എ ടോട്ടലി ഡിഫറെൻറ്റ് ഡോക്ടർ. പുള്ളിക്കാരിയുടെ ഈഗോ ഹേർട്ടായി. പുള്ളിക്കാരി പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ തിരിച്ചു വന്നേ. അപ്പോൾ ഞാൻ വീണ്ടും വളരെ സൗമ്യമായിട്ട് പിന്നെയും പറയാം, ഡോക്ടറിന് തിരിച്ച് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് തിരിച്ച് വന്നത്, പക്ഷേ ഞങ്ങൾക്ക് ഈ ഒരു കൺസേൺ ഉണ്ട്, അതാണ് തിരിച്ചു വന്നത്. പിന്നെ ഷീ മെയ്ഡ് മീ റിപ്പീറ്റ് ഓൾ മൈ ടെസ്റ്റ്, മൈ സ്കാൻസ് എല്ലാം ഒന്നും കൂടെ റിപ്പീറ്റ് അടിച്ചു. എന്നിട്ട് ബേബിയുടെ മൂവ്മെൻറ്റ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. പിന്നെ എന്നെ അഡ്മിറ്റാക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഒരു കാര്യം ഇറക്കുകയാണ്, എൽമയ്ക്കും ഹസ്ബൻഡിനും എങ്ങനെയെങ്കിലും കുട്ടീനെ സെക്ഷൻ ചെയ്തെടുക്കണം എത്രയും പെട്ടെന്ന്. അപ്പോൾ എന്നോടൊന്ന് ചോദിക്കുകയാണ് ഡോക്ടറിന്, എന്നാ എടുക്കേണ്ടത് കൊച്ചിനെ? എന്നാ പറയൂ, ഡേറ്റ് എന്നാ? ഞാൻ പറഞ്ഞേ ഡേറ്റോ? ഞാൻ പറഞ്ഞു ഡോക്ടർ ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതിയല്ലോ, കുഞ്ഞ് എത്രത്തോളം വയറ്റിൽ കിടക്കുന്നു അത്രത്തോളം നല്ലതല്ലേ. അല്ല നിങ്ങൾക്കല്ലേ അത്യാവശ്യം. ദെൻ ഷീ ക്രിയേറ്റഡ് സച്ച് എ ബിഗ് സീൻ. ഞാൻ ഭയങ്കരമായിട്ട് അപ്സെറ്റായി, ഭയങ്കര കരച്ചിലും ബഹളവും വിഷമവും ഒക്കെ ആയിരുന്നു. ആ സമയത്ത് ഒരമ്മ ഒരിക്കലും വിഷമിക്കാൻ പാടില്ലാത്ത രീതിയിൽ ഞാൻ ഒത്തിരി വിഷമിച്ചു, ഏങ്ങലടിച്ച് ഞാൻ കരഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ ഹസ്ബൻഡ് പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ എന്താ പ്രശ്നം, വൈ ആർ യു ട്രീറ്റിംഗ് ഹർ ലൈക്ക് ദിസ്? അപ്പോൾ ഡോക്ടർ, നിങ്ങൾക്കല്ലേ ആവശ്യം നിങ്ങളുടെ കുഞ്ഞിനെ ഇത്രയും പെട്ടെന്ന് എടുക്കാൻ, സെക്ഷൻ ചെയ്തെടുക്കണം എന്ന്. അപ്പോൾ ഡോക്ടറിനോട് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ
ആണയിട്ട് പറയാമോ ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെട്ടു എന്ന്. അപ്പോൾ ഉടനെ അവർ വന്ന് എനിക്ക് പറയാം, നിങ്ങളങ്ങനെ പറഞ്ഞു. ദ റീസൺ ഞാൻ ഈ ഡോക്ടറെ ചൂസ് ചെയ്തത് എനിക്കൊരു നോർമൽ ഡെലിവറി ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഷീ ജസ്റ്റ് മാനിപ്പുലേറ്റഡ് ഇറ്റ്. അപ്പോഴും ഞാനൊന്നും പറയുന്നില്ല. ഭയങ്കര നിസ്സഹായ അവസ്ഥയിൽ ഞാൻ വല്ലാതെ ഡിപ്രസ്ഡായി. എന്നിട്ട് ഞാൻ അവിടുന്ന് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, മതി ഡോക്ടർ, ഞങ്ങൾക്ക് ഡിസ്ചാർജ് എഴുതി തന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് തന്ന് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടെ അവർ പറഞ്ഞു, ബേബി അഗെയിൻ ഇസ് ഔട്ട് ഓഫ് ഇറ്റ്സ് ഇൻ ഡേഞ്ചർ, ഗോട്ട് ടു ടേക്ക് ഹർ ഔട്ട് ഇമ്മീഡിയറ്റ്ലി. കുട്ടിയുടെ ഓക്സിജൻ ലെവൽ കുറയുവാണ് ആൻഡ് ഓൾ ദാറ്റ്. ആൻഡ് ഞാൻ അവിടെ പോയിട്ട് ഈ പുതിയൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ആ ഡോക്ടേഴ്സിനോട് പറയുകയാണേ, അത് എനിക്ക് ഐ ഡോണ്ട് വാണ്ട് യു എനി റോങ് ഇംപ്രഷൻ ദറ്റ് ഐ വോണ്ട് ടു ടേക്ക് ദിസ് ബേബി ഔട്ട് ഇമ്മീഡിയറ്റ്ലി. നോ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ എൻ്റെ ആ ഫ്രസ്ട്രേഷൻ മൊത്തം അവിടെ തീർക്കുകയാണ്. അപ്പോൾ എൻ്റെ മോൾ ജനിച്ചു, പക്ഷേ ആ മോൾക്ക് ഹാർട്ടിന് ചെറിയ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. സോ മോൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈ ഡോക്ടറിന് അഗെയിൻസ്റ്റ് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മോൾ ജനിച്ചതിന് ശേഷം മോൾക്ക് ഹാർട്ടിൽ ഒരു വാൽവില്ല. ആൻഡ് ഡോക്ടേഴ്സ് പറഞ്ഞു, ഷീ ഈസ് നോട്ട് ഗോയിങ് ടു ലിവ് ഫോർ ലോങ്, യു ഗോട്ട് ടു ബി പ്രിപ്പയർഡ്. ആൻഡ് ദെൻ ഒരു 4 മാസം കഴിഞ്ഞ് എൻ്റെ മോളുടെ ബാപ്റ്റിസം കഴിഞ്ഞ്, ഇറ്റ് വാസ് ലൈക്ക് ആസ് ഇഫ് ഗോഡ് വാസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ്. ബാപ്റ്റിസം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം മോള് സീരിയസ് ആയി, ഹോസ്പിറ്റലിൽ വെൻറ്റിലേറ്റഡായി. ഷീ വാസ് ദെയർ ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ ഓൾമോസ്റ്റ് 12 days, വെൻറ്റിലേറ്റഡായി. ആൻഡ് ദെൻ ഷീ ലെഫ്റ്റ്. എനിക്ക് എൻ്റെ മകൾ പോയതിൽ സങ്കടമുണ്ട്, ഇപ്പോഴും ഉണ്ട്. ബട്ട് ദെൻ ഐ തിങ്ക് ഐ ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഗോഡ് ഹാസ് ബ്ലെസ്ഡ് മീ വിത്ത് അനദർ 2 kids, എൻ്റെ സിയാനും എൻ്റെ ജെയ്ഡനും. ബട്ട് ദെൻ എല്ലാവരും ചോദിക്കും, how did you go through it? How did you? Yes, it was difficult. പക്ഷേ ദൈവം നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദനകൾ ദൈവം തരുള്ളൂ. സോ നെവർ ആസ്ക് ദ ക്വസ്റ്റ്യൻ ദറ്റ് ഹൗ. ചിലർ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾ തന്നെ, ഞാൻ വല്ലതും ആയിരുന്നെങ്കിൽ എൽമ, ഐ ഡോണ്ട് നോ വാട്ട് ഐ വുഡ് ഹാവ് ഡൺ. യു വുഡ് ഹാവ് ഡൺ ദ സെയിം തിങ്. യു വുഡ് ഹാവ് ലെഫ്റ്റ് വിത്ത് നോ ചോയ്സ്. ലൈഫ് ഹാസ് ടു മൂവ് ഓൺ, റൈറ്റ്? ആൻഡ് സംടൈംസ് തിങ്സ് ഹാപ്പൻ for you to learn something from it. And what I learned from my incident is that never take people for granted. Be it anybody, be it a doctor, be it anybody. Always make your points clear to them. അതിനുശേഷം എനിക്ക് 2 പിള്ളേർ ജനിച്ചു. എൻ്റെ സെക്കൻഡ് ബേബി വന്നപ്പോൾ I was very sure what kind of doctor I was approaching. ഒട്ടും ഫേമസ് അല്ലാത്ത ഒരു സാധാരണ ഒരു ഡോക്ടറെ കണ്ടു. Then our doctor, she made me feel the way I want a doctor to treat me. And then second baby ആയിരുന്നപ്പോൾ നല്ല ടെൻഷൻസ് ഉണ്ടായിരുന്നു. സോ ലാസ്റ്റ് മിനിറ്റ് പ്രഷറൊക്കെ ഷൂട്ടപ്പ് ഒക്കെ ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ലെറ്റ്സ് ടേക്ക് ദ ബേബി ഔട്ട് നൗ ബിക്കോസ് ഇറ്റ് ഇസ് സോ പ്രഷ്യസ് ഫോർ എൽ. ഐ സ്റ്റിൽ റിമെമ്പർ ദോസ് വേർഡ്സ് ഓഫ് our doctor. We need doctors like that. അല്ലാതെ ഈഗോ ഹേർട്ടായിട്ട് ഒരു പ്രഗ്നൻറ്റ് ലേഡീനെ മിസ്ട്രീറ്റ് ചെയ്യുന്ന പോലത്തെ ഡോക്ടേഴ്സ് അല്ല നമുക്ക് വേണ്ടത്. ബട്ട് ഐ ഡോണ്ട് ജഡ്ജ് ഹർ ആൻഡ് ഐ ഫൊർഗിവ് ഹർ കംപ്ലീറ്റ്ലി. ഷീ മേ ഹാവ് ഹർ ഓൺ റീസൺസ്. ചിലപ്പോൾ അവരുടെ മൂഡ് നല്ലതായിരുന്നില്ലായിരിക്കും. ബട്ട് വാട്ട് എവർ, യു ഗോട്ട് ടു സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ സെൽഫ്. ആൻഡ് ഇഫ് യു തിങ്ക് യു ആർ നോട്ട് ട്രീറ്റഡ് വെൽ, you have to make sure that you are heard. Definitely, you have to make sure you are heard.